എത്ര പേര് ഫസ്റ്റ് ലവ് സക്സസ്ഫുൾ ആയിട്ട് തീർത്തിട്ടുണ്ട്. ഡൊമസ്റ്റിക് അബ്യൂസിൽ പോയി അത് കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിയുമ്പോൾ നമ്മൾ കമൻസ് കാണാറുണ്ട്, നിനക്ക് ഡിവോഴ്സ് ചെയ്യാറുന്നില്ലേ, വീട്ടുകാർക്ക് സമ്മതിച്ചുകൂടായിരുന്നോ എന്ന്. കൊച്ചിലെ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ നമ്മൾ മറക്കത്തില്ല, അത് നമ്മൾ ഓർത്തിരിക്കും. ഓക്കെ, പിന്നെ ഈ ഡിവോഴ്സൊക്കെ നടന്ന സമയത്ത് ചിലപ്പോൾ അവരിത് വീണ്ടും വീണ്ടും കോടതിയിലൊക്കെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ റീഇൻഫോഴ്സ്ഡ് ആവും. ഇമോഷണലി അബ്യൂസ്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അത് അവരുടെ ക്യാരക്ടേഴ്സിലും അവരുടെ റിലേഷൻഷിപ്സിലും ഒക്കെ അത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അതിന് പകരം അറ്റ്ലീസ്റ്റ് ഒരു കെയറിങ് പേരൻറ്റ്, അറ്റ്ലീസ്റ്റ് ഒരു പേരൻറ്റ് ഇമോഷണലി അവൈലബിൾ ആയിട്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ലോങ് അത് ബെറ്ററായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. ഹായ്, ഞാൻ ഡോക്ടർ നിവ ജേക്കബ്, സൈക്കാട്രിസ്റ്റ് ആണ്. സോ ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അമൃത സുരേഷ് സിംഗറാണ്, പണ്ടോട്ടി അറിയാവുന്നതാണ്, ഐഡിയ സ്റ്റാർ സിംഗറിലൊക്കെയുള്ള ഉണ്ടായിരുന്നതാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മുൻ ഭർത്താവ് ആക്ടർ ബാലയുമായിട്ട് കുറച്ച് വാക്കുതർക്കങ്ങൾ അല്ലെങ്കിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ രണ്ടുപേരും യൂട്യൂബിലൊക്കെ ഇടുന്നതും അവരുടെ കുഞ്ഞ് ഒരു യൂട്യൂബ് വീഡിയോ ഇട്ടതൊക്കെ ഒത്തിരി അധികം ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതിൻ്റെ കമൻസൊക്കെ കണ്ടപ്പോഴാണെങ്കിലും വല്ലാതെ ഒരു ഒത്തിരി കാര്യങ്ങൾ അതിൽ ഒളിഞ്ഞു കിടക്കുന്ന പോലെ തോന്നി. സോ ഒരു സൈക്കാട്രിസ്റ്റ് എന്ന നിലയ്ക്ക് അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതാണ് എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ജസ്റ്റ് ഞാൻ കുറച്ച് പോയിൻറ്റേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആരെയും ഇൻഡിവിജ്വലി എടുത്ത് പറയുകയോ ഒരാളുടെ പക്ഷം ചേർന്ന് പറയുകയോ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ആസ് എൻ ഒബ്സർവൻറ്റ് നമുക്ക് പറയാവുന്ന കാര്യങ്ങളല്ലേ പറയാനൊക്കെ ഉള്ളൂ. സോ അതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. കാര്യം ഒരു കുഞ്ഞ് ഇൻവോൾവ് ആണതിൽ, അല്ലേ? സോ ഈ കുറേ കാര്യങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒത്തിരി ടോപ്പിക്സ് വന്നതെന്ന് പറഞ്ഞാൽ, വൺ ഈസ് ലൈക്ക് ഡിവോഴ്സിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരും, നമ്മൾ മൂവ് ഓൺ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച്, പിന്നെ ചൈൽഡ്ഹുഡ് ട്രോമ, ഡൊമസ്റ്റിക് അബ്യൂസ്, ബ്രോക്കൺ ഫാമിലി, ഒരു ആൽക്കഹോളിക് ഫാദർ ഉണ്ടെങ്കിൽ, പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ടോക്സിക് പാരൻറ്റിങ് ആൻഡ് സൈബർ ബുള്ളിങ്, അതാണിപ്പോൾ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ആദ്യം ഡിവോഴ്സിനെ കുറിച്ച് സംസാരിക്കാം. സോ അമൃത പറയുന്നുണ്ട് 14 വർഷമായി ഡിവോഴ്സ് കഴിഞ്ഞിട്ട് എന്നുള്ളത്. സോ നമ്മളുടെ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടാണ് ഡിവോഴ്സ് ആക്സെപ്റ്റ് ചെയ്യാൻ. ഒരാളെ പ്രേമിച്ചു അല്ലെങ്കിൽ ഒരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ലൈഫ് ലോങ് നമ്മൾ അവരുടെ കൂടെ ആയിരിക്കണം എന്നൊരു കൺസെപ്റ്റാണ് ആളുകൾക്കുള്ളത്. അത് അത്ര നല്ലൊരു കോൺസെപ്റ്റ് അല്ല. ഒന്നാമത്തെ കാര്യം, വളരെ നേരത്തെ കല്യാണം കഴിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. അതേപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒത്തിരി പേര് നേരത്തെ കല്യാണം കഴിക്കുന്നവരുണ്ട്. ആ സമയത്ത് നമ്മളുടെ ബുദ്ധി അത്രയ്ക്കേ ഉണ്ടാവുള്ളൂ, നമുക്ക് വലിയ എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ഇല്ല. ആൻഡ് ഇപ്പോൾ ചോദിക്കുവാണെങ്കിൽ തന്നെ നമ്മൾ എത്ര പേര് ഫസ്റ്റ് ലവ് സക്സസ്ഫുള്ളായിട്ട് തീർത്തിട്ടുണ്ട്, സക്സസ്ഫുള്ളായിട്ട് ഇപ്പോഴും ആദ്യമായിട്ട് പ്രേമിച്ച ആളുടെ കൂടെ തന്നെ സന്തോഷമായിട്ട് ജീവിക്കുന്നവർ എത്ര പേരുണ്ട്? നമ്മളെല്ലാം ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ. അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പിന്നീട് തെറ്റെന്ന് തോന്നാം. അങ്ങനെ തെറ്റെന്ന് തോന്നുമ്പോൾ നമ്മൾ അവിടെ തന്നെ സ്റ്റക്കായിട്ടിരിക്കാതെ നമ്മളത് നിർത്തി മുന്നോട്ട് പോകാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ, അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. എൻ്റെ ഡൊമസ്റ്റിക് അബ്യൂസിനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ടായിരുന്നു. സോ ഡൊമസ്റ്റിക് അബ്യൂസ് നടക്കുന്ന കാര്യം പറയുമ്പോൾ നമ്മൾ പറയാറില്ലേ, ഡിവോഴ്സ് ഡോട്ടർ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ എ ഡെഡ് ഡോട്ടർ എന്ന്. സോ അതെല്ലാം സഹിച്ച് നിന്ന് ഇനിയിപ്പോൾ ഈ ഡൊമസ്റ്റിക് അബ്യൂസിൽ പോയി അത് കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിയുമ്പോൾ നമ്മൾ കമൻസ് കാണാറുണ്ട്, നിനക്ക് ഡിവോഴ്സ് ചെയ്യാറുന്നില്ലേ, വീട്ടുകാർക്ക് സമ്മതിച്ചുകൂടായിരുന്നോ എന്ന്. അത് കഴിഞ്ഞ് ഇത് ഡിവോഴ്സ് ചെയ്ത ആൾക്കാരാണെങ്കിൽ അതിനും ആൾക്കാർ സമ്മതിക്കില്ല. ഇനിയിപ്പോൾ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞ് പൊതുവേ കണ്ടിട്ടുള്ളൊരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ, അതിലെ സ്ത്രീ വേറെ ആരുമായിട്ട് റിലേഷൻഷിപ്പിലൊന്നും പോവാതെ അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുവാണെങ്കിൽ സപ്പോർട്ട് കിട്ടും. അത് നമ്മളിപ്പോൾ നോക്കിയാൽ തന്നെ സ്റ്റാർസിൻ്റെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ആൾക്കാർക്ക് സപ്പോർട്ട് കിട്ടും. നമ്മൾ മുന്നോട്ട് പോയി വേറെ ആരെങ്കിലുമായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ പോവുകയോ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് സഹിക്കാൻ ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ ഒരു കല്യാണം കഴിച്ചു, അവിടെ ശരിയായില്ല, അല്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടണം തോന്നി, അവിടെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ തന്നെ എടുത്ത തീരുമാനമായി പോയി, ആ വീട്ടുകാരെ വെറുപ്പിച്ച് ചെയ്തതാണ്, അത് കാരണം എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു, അതറിഞ്ഞ് ഞാൻ സഹിച്ചു നിന്നു എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ ഒത്തിരി പേര് അതേപോലെ പറയുന്നത്. അപ്പോൾ നമ്മൾ പറയാറില്ലേ, വീട്ടുകാരൊന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലെന്ന്. ഒത്തിരി റിലേഷൻഷിപ്പിൽ ആൾക്കാർ ബുദ്ധിമുട്ടി നിന്ന് വേദന സഹിക്കുന്നുണ്ട്. കാര്യം അവർക്ക് വീട്ടുകാരെ വെറുപ്പിച്ചു, അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റായിപ്പോയി, ഞാൻ അനുഭവിക്കേണ്ടതാണിത് എന്ന രീതിയിൽ ഇത് സഹിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാറി ഒരാൾ ഡിവോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരുമ്പോൾ വി ഷുഡ് ബി അപ്രിഷ്യേറ്റിംഗ് ഇറ്റ്, അല്ലേ? ആൻഡ് അത് എല്ലാം സപ്പോർട്ട് ചെയ്ത് നിന്ന് വീട്ടുകാരെ അപ്രിഷ്യേറ്റ് ചെയ്യുകയല്ലേ ചെയ്യേണ്ടത്. ആൻഡ് ഒരു കുഞ്ഞുണ്ടായി പോയി എന്നതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ നിൽക്കണം എന്നൊന്നും ഇല്ലല്ലോ. ആൻഡ് ഷീ ഈസ് ഏർണിങ് ഇനഫ് ടു ടേക്ക് കെയർ ഓഫ് ദ ചൈൽഡ്. അതും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ലേ. പിന്നെ ഈ ഡൊമസ്റ്റിക് അബ്യൂസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, അതിലും ആ കുഞ്ഞ് വരെ പറയുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഡൊമസ്റ്റിക് അബ്യൂസ് അനുഭവിക്കുമ്പോൾ പൊതുവെ ആളുകൾ കുറേ മെച്യൂർ ആവും.
ഓക്കെ, മെച്യൂർ ആവുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ട്രോമാറ്റിക് എക്സ്പീരിയൻസസ് വരുമ്പോൾ നമ്മൾ നല്ല കാര്യമാണെന്നല്ല, സോ ട്രോമാറ്റിക് എക്സ്പീരിയൻസസ് വരുമ്പോൾ നമ്മൾ കുറേ പഠിക്കും. ഒന്നെങ്കിൽ ചില ആൾക്കാർ അതിൽ സക്കം ചെയ്ത് തകർന്നു പോകും, ചില ആൾക്കാർ സർവൈവ് ചെയ്ത് വരും. ആ സർവൈവൽ എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്, വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. അപ്പോൾ അത് ആ കുഞ്ഞ് ഓർത്തിരിക്കുന്നു, അല്ലെങ്കിൽ ആ കുഞ്ഞ് ഇപ്പോൾ ഇതൊക്കെ പഠിപ്പിച്ച് കൊടുത്തിട്ടാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കൊച്ചിലെ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ നമ്മൾ മറക്കത്തില്ല, അത് നമ്മൾ ഓർത്തിരിക്കും. ഓക്കെ, പിന്നെ ഈ ഡിവോഴ്സൊക്കെ നടന്ന സമയത്ത് ചിലപ്പോൾ അവരിത് വീണ്ടും വീണ്ടും കോടതിയിലൊക്കെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ റീഇൻഫോഴ്സ്ഡ് ആവും, കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും, അതൊക്കെ ഉണ്ടാവാം. ഓക്കെ, പിന്നെ നമ്മൾ ഈ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഈ ഡൊമസ്റ്റിക് അബ്യൂസ്, അത് ഇപ്പോൾ കണ്ടാൽ തോന്നില്ല, പറഞ്ഞാൽ വരില്ല എന്നൊക്കെ. നിങ്ങൾ ഡൊമസ്റ്റിക് അബ്യൂസേഴ്സിനെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ സർവൈവ് ചെയ്തിട്ടുണ്ടോ? സോ അത് സർവൈവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിങ്ങനെയൊന്നും പറയത്തില്ല. ഓക്കെ, സോ എപ്പോഴും പകൽമാന്യരായിട്ട് നടക്കുന്ന ആൾക്കാർ അങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് പറയാനൊക്കില്ല. അത് അനുഭവിച്ച ആൾക്കാർ പറയുമ്പോൾ അതങ്ങ് വിശ്വസിക്കുക എന്നുള്ളതേ ചെയ്തിട്ട് കാര്യമുള്ളൂ. ആൻഡ് അവരതിന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനൊന്നും നടക്കുന്നില്ലല്ലോ. ആൻഡ് ഷീ ഹാസ് ഓൾസോ പ്രൂവൺ വിത്ത് എ ലോട്ട് ഓഫ് ലീഗൽ നോട്ടീസസ് ആൻഡ് ഓൾ, അല്ലേ? ലീഗൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസ് കൂടെ കണ്ടായിരുന്നു. പിന്നെ ഈ കുട്ടി പറയുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതാണെന്നൊക്കെ പറയാൻ, 10-12 വയസ്സുള്ള കുട്ടിയല്ല, അല്ല 13 വയസ്സും, ഷീസ് എ ടീനേജർ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിക്കാരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം ഇന്നത്തെ തലമുറ എങ്ങനെയാണ്, അവർ കുറേ അഡ്വാൻസ്ഡ് ആണ്, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും. പണ്ട് നമ്മൾ കണ്ടു വളർന്നിരുന്ന സിനിമകളിലെന്നൊക്കെ പറഞ്ഞാൽ ഭാര്യയെ തല്ലണം, അവിടെ നിൽക്കണം, അവിടെ നിന്ന് രക്ഷപ്പെടരുത് എന്നൊക്കെ പറഞ്ഞ് വളർന്നു വന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ വിചാരിക്കും അതാണ് ശരി, അങ്ങനെയാണ് സൊസൈറ്റി വർക്ക് ചെയ്യുന്നതെന്ന്. ഇന്ന് കുട്ടികൾ കാണുന്നത് അങ്ങനെയല്ല. അത് അല്ലാന്നുണ്ടെങ്കിൽ പുറത്തോട്ട് വരുന്നതും ജീവിക്കുന്നതും സിംഗിൾ പേരൻറ്റിങ്ങും ഒക്കെ കണ്ടു വളർന്ന കുട്ടികൾക്ക് ശരി ഏതാ തെറ്റിയതാണെന്ന് അറിയാം. അപ്പോൾ അവർക്കത് പറയാനും അവർക്ക് ചൂസ് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഇറ്റ്സ് എ ഗുഡ് തിങ്, ഇറ്റ് ഈസ് സപ്പോസ് ടു ബി അപ്രിഷിയേറ്റഡ്. അല്ലാതെ എന്തെങ്കിലും മനസ്സിലാകും തിരിച്ചു വരും അങ്ങനെയല്ല. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ടോക്സിക് പാരൻറ്റിങ് ഒക്കെ പറയുമ്പോൾ നമ്മുടെ പേരൻസ് അബ്യൂസീവ് ആണ് അല്ലെങ്കിൽ ആൽക്കഹോളിക് ആണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഫാദർ ഫിഗർ ഭയങ്കര അബ്യൂസീവ് ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ മദറായിട്ട് നിൽക്കുന്ന ആൾ അത്രയും എന്താ പറയുക, ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റാത്ത ഒരാൾ, അല്ലെങ്കിൽ ഇതെല്ലാം കൊണ്ട് കേട്ട് നിന്ന് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ പറ്റാതെ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ കുഞ്ഞുങ്ങളത് റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ, ഇമോഷണലി അബ്യൂസ്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അത് അവരുടെ ക്യാരക്ടേഴ്സിലും അവരുടെ റിലേഷൻഷിപ്സിലും ഒക്കെ അത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അതിന് പകരം അറ്റ്ലീസ്റ്റ് ഒരു കെയറിങ് പേരൻറ്റ്, അറ്റ്ലീസ്റ്റ് ഒരു പേരൻറ്റ് ഇമോഷണലി അവൈലബിൾ ആയിട്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ലോങ് അത് ബെറ്ററായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. ഹെൽത്തി പേരൻറ്റിങ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതിൽ സേഫായിട്ട് നമ്മളെ വെക്കുന്ന ആളോട് സ്നേഹം ഉണ്ടാവുന്നതും ചെയ്യുന്നതും അത് സ്വാഭാവികമാണ്, അല്ലേ? നമുക്ക് വേറൊരാൾ ഇല്ല, ശരിയല്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടേ? ഇപ്പോൾ നമ്മൾ അല്ലാതെ നോക്കുവാണെങ്കിൽ, ഇപ്പോൾ ജസ്റ്റ് ഇമാജിൻ ഒരു ടോക്സിക് പേരൻറ്റിങ്ങിൻ്റെ കുഞ്ഞുങ്ങൾ, ഓക്കെ, ഒരു അബ്യൂസീവ് ആയിട്ടുള്ള ഒരു കുഞ്ഞ് വളരുവാണ്. അപ്പോൾ പൊതുവേ കണ്ടുവരാറുള്ള ട്രെൻഡ്, നമ്മളിപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് മൈത്തിൽ സ്വഭാവമുള്ള ആൾക്കാരാണെങ്കിൽ അവർ മിക്കവാറും ആ തല്ലൊക്കെ കൊണ്ട് നിൽക്കും. അത് എന്ന് വെച്ചാൽ നമുക്ക് സർവൈവൽ അല്ലേ, നമുക്ക് കൊച്ചായിരിക്കുമ്പോൾ നമുക്ക് എങ്ങോട്ട് ഓടിപ്പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്കതിനെ എതിർത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ അവർ ചിലപ്പോൾ ഭയങ്കരമായിട്ട് പഠിച്ച് വീട്ടിൽ രക്ഷപ്പെടാൻ നോക്കും. എൻ്റെ അമ്മയെ എനിക്ക് ഒരു നല്ല നിലയിൽ എത്തിക്കണം, അങ്ങനെ അവരെയും കൊണ്ട് രക്ഷപ്പെടും. ചില ആളുകൾ പൊതുവെ ആണുങ്ങളായിരിക്കും, അവർ വലുതായി കഴിയുമ്പോൾ അവർ അച്ഛൻ്റെ എഗെയിൻസ്റ്റ് നിൽക്കും. അപ്പോൾ അമ്മയെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇളയ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വന്നിട്ട് ചിലപ്പോൾ അച്ഛനുമായിട്ട് ഒരു അഗ്രസീവായിട്ടൊരു ഇതെടുക്കും, ഒരു സ്റ്റാൻഡ് എടുക്കും അച്ഛൻ എഗെയിൻസ്റ്റായിട്ട്. സോ അങ്ങനെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യും. ഈ രണ്ട് കുട്ടികൾക്കും നഷ്ടപ്പെട്ടു പോകുന്നത് അവരുടെ ഒരു ഹെൽത്തി ചൈൽഡ്ഹുഡാണ്. അപ്പോൾ ഇതെല്ലാം ബ്രോക്കൺ ഫാമിലീസാണ്. ഡിവോഴ്സ് ആയാലും ഇല്ലെങ്കിലും, പക്ഷേ ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ അവർ സെപ്പറേറ്റ് ആയിട്ട് ഒരാളെങ്കിലും ഒരു ഹെൽത്തി ആയിട്ട് ആ കുഞ്ഞിനെ സംരക്ഷിച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്കൊരു ചൈൽഡ്ഹുഡാണ് കിട്ടുന്നത്. ആ കുട്ടി ഒരു ഹെൽത്തി അഡൾട്ടായിട്ടാണ് വളർന്നു വരിക. അല്ലാന്നുണ്ടെങ്കിൽ ആ കുഞ്ഞ് ഈ ട്രോമ എല്ലാം ഹാൻഡിൽ ചെയ്തിട്ട് വലുതായി വരുമ്പോൾ അപ്പോഴും സർവൈവലിലിരിക്കും. അത് കാരണം എന്തോരം അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ഇഷ്യൂസ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാറുണ്ടെന്നറിയോ? ഈ വലുതായിട്ടിരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ പുറകോട്ട് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ അവരുടെ പ്രശ്നങ്ങളായിട്ട് മാറാറുണ്ട്. അത് കാരണം അവർക്കൊരു നല്ല റിലേഷൻഷിപ്പിൽ നിൽക്കാൻ പറ്റുന്നില്ല, ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ
വൾണറബിൾ ആവാൻ പറ്റുന്നില്ല, ഇമോഷൻസും കാണിക്കാൻ പറ്റുന്നില്ല. കാര്യം കുഞ്ഞിലത്തെ കാര്യങ്ങളാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ അതിൽ കൂടെ കടന്നു വന്ന ആൾക്കാർക്ക് ഇതൊക്കെ കണ്ടാലും മനസ്സിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മനസ്സിലാകാത്ത ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ ശരിയാണെന്ന് ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. പിന്നെ പലയിടത്തും ഞാൻ കണ്ടു, അച്ഛന് അവകാശമുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ സ്നേഹം അനുഭവിക്കാതെ പോകും, അത് തടഞ്ഞു വെക്കുന്നു. നമ്മൾ ഒരാളെ ജനിപ്പിച്ചത് കൊണ്ട് നമ്മൾ പേരൻ്റ് ആവുന്നില്ല. ഓക്കെ, സോ അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില അമ്മമാർ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകുന്നവർ, അമ്മയുടെ സ്നേഹം വേണം എന്ന് പറഞ്ഞാൽ അമ്മ അവിടെ നിൽക്കണം എന്ന് നമ്മൾ പറയുമോ? ഇല്ല. അല്ലെങ്കിൽ അമ്മ അബ്യൂസീവ് ആണെങ്കിൽ ആ അമ്മയുടെ കൂടെ തന്നെ കുഞ്ഞ് നിൽക്കണം എന്ന് പറയുമോ? ഇല്ല. അതേപോലെ തന്നെയല്ലേ അച്ഛനും. അപ്പോൾ ആരാണെങ്കിലും നമുക്ക് ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ ആ ഒരു ബയോളജിക്കൽ ഫാദർ ഓർ മദർ അല്ല ആവശ്യം. ആ കുഞ്ഞിന് ഒരു ഹെൽത്തി കെയർ ഗിവറാണ് ആവശ്യം, ഒരു അറ്റാച്ച്മെൻറ്റ് ഫിഗറാണ്. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഇമോഷണലി ആൻഡ് ഫിസിക്കലി അല്ലേ, ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആളാണ് ആവശ്യം. അവിടെ ഹെൽത്തി ആയിട്ടുള്ള ഏതൊരു അഡൾട്ടും, ഇഫ് ഇറ്റ് ഈസ് എ പേരൻറ്റ് ദാറ്റ് ഈസ് റിയലി ഗുഡ്. ഇപ്പോൾ അച്ഛനും അമ്മയും ഇല്ലാത്ത കുഞ്ഞുങ്ങൾ വരെ ചിലപ്പോൾ ഗ്രാൻഡ് പേരൻസ് നന്നായിട്ട് നോക്കുവാണെങ്കിൽ അവർക്കൊരു ട്രോമ ഇല്ലാതെ അവർ മുന്നോട്ട് വരുന്നത് കാണാം. പക്ഷേ അത് ഇല്ലാത്തൊരു ഒരു അറ്റാച്ച്മെൻറ്റ് ഫിഗർ ഇല്ലാത്ത സിറ്റുവേഷൻസിലാണ് അവർക്കത് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ആൻഡ് ഇതിൽ ഐ എം റിയലി പ്രൗഡ് ഓഫ് ഹൗ ഷീ ഹാസ് ബ്രോട്ട് അപ്പ് എ ഡോട്ടർ. അത്രയും കാര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. അങ്ങനൊരു സിറ്റുവേഷൻ വന്നു, ഡിവോഴ്സ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നൊരു ഫാമിലി ഉണ്ടായിരുന്നു അമൃതയ്ക്ക്. അത് കഴിഞ്ഞ് ഷീസ് പ്രൊട്ടക്റ്റിംഗ് ഹെർ ചൈൽഡ് ലൈക്ക് ദാറ്റ് അല്ലേ. ആ സിസ്റ്ററും അതേപോലെ ഹെൽപ്പ് ചെയ്യുന്നു, അമ്മ ഹെൽപ്പ് ചെയ്യുന്നു. അതൊക്കെ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസാണ് കാണിക്കുന്നത്. അത് മേ ബി ഷീ ഈസ് ഓൾസോ ഗോയിങ് ഫോർ തെറപ്പി, ഐ ഡോണ്ട് നോ. ചിലപ്പോൾ അതുണ്ടാവാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല. ഇതെല്ലാം സ്ട്രോങ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു ജോഷ് ടോക്സിലൊക്കെ ഇങ്ങനെ അമൃത പറഞ്ഞൊക്കെ ഞാനിപ്പോൾ ഒന്ന് റെഫർ ചെയ്ത് നോക്കി, പഴയ വീഡിയോസ് ഇൻ്റർവ്യൂസൊക്കെ. അപ്പോൾ അതിൽ ഇങ്ങനെ ഞാനിപ്പോൾ വളരെ സ്ട്രോങ് ആണ്, പഴയ ആളല്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഐഡിയ സ്റ്റാർ സിംഗറിൽ എനിക്ക് ഒരു വോട്ട് തന്നുകൂടായിരുന്നു എന്നൊക്കെ ചോദിച്ച് കരയുന്ന അമൃതയെ. അത് കഴിഞ്ഞ് ഇപ്പോൾ അമൃത ഒന്നും മൈൻഡ് ചെയ്യാതെ ആയി കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? നമ്മൾ സർവൈവ് ചെയ്ത് വരുന്ന ആൾക്കാരെ അപ്രിഷ്യേറ്റ് ചെയ്തുകൂടെ? നമ്മൾ ഓരോ കഷ്ടപ്പാടുണ്ടാകുമ്പോൾ നമ്മൾ അവിടെ തന്നെ കരഞ്ഞു കുത്തിയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആ ഗതികേടാണ് നമ്മുടെ ജീവിതം അങ്ങനെയാണെന്ന് വിചാരിക്കാതെ നമ്മൾ മുന്നോട്ട് പോവുക. അങ്ങനെ മുന്നോട്ട് പോകുന്ന ആൾക്കാരെ അപ്രിഷ്യേറ്റ് ചെയ്താലല്ലേ ഒത്തിരി ആൾക്കാർ മുന്നോട്ട് പോകത്തുള്ളൂ. അല്ല, എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? തെറ്റ് പറ്റിപ്പോയി, ഇനി എൻ്റെ ലൈഫ് തീർന്നു എന്ന് പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കുന്ന ആൾക്കാരെയാണോ നിങ്ങൾക്ക് ഇഷ്ടം? അത് കഴിയുമ്പോൾ സഹതാപം ഞാൻ വാരി വിതറാം, അത് തെറ്റല്ലേ? അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ആൾക്ക് അമൃത വേറെ ഒരു റിലേഷൻഷിപ്പിൽ പോയത് ആൾക്കാർക്ക് പ്രശ്നമാണ്. ഷീ വാസ് ജസ്റ്റ് 18 കല്യാണം കഴിഞ്ഞപ്പോൾ. +2 പഠിക്കുമ്പോൾ എന്തോ ആണ് ഐഡിയ സ്റ്റാർ പാടിയത്. അത് കഴിഞ്ഞ് പെട്ടെന്നൊരു മാരീഡ് ലൈഫ്, അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞ്, അത് കഴിഞ്ഞ് ലൈഫെല്ലാം തകിടം മറിഞ്ഞ് എങ്ങനെയോ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് പോകുമ്പോൾ പിന്നെയും തോന്നില്ലേ നമുക്ക് ആരെങ്കിലും വേണം എന്നൊക്കെ. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കാണിക്കുമ്പോൾ പെട്ടുപോകും. അത് അതും അഗെയിൻ അതൊരു ട്രോമ റെസ്പോൺസ് ആണ്, നമ്മളങ്ങനെ വിചാരിക്കും. അത് കഴിയുമ്പോഴും തെറ്റ് പറ്റിയെന്ന് പറയുമ്പോൾ അത് മാറ്റി മുന്നോട്ട് പോകുന്നതിന് എന്താ പ്രശ്നം? ആൾക്കാരുടെ ചോയ്സ് അല്ലേ, ഇതെല്ലാം നമ്മുടെ ലൈഫല്ലേ. നമ്മളൊരു ബ്രേക്കപ്പ് പോലെയൊക്കെ ഡിവോഴ്സ് കണ്ടാൽ മതി എന്ന് പറയുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ ഡിവോഴ്സ് ആൾക്കാർക്ക് ഇത്ര പ്രശ്നമാണെങ്കിൽ മേ ബി അതുകൊണ്ടായിരിക്കാം ഒത്തിരി പേരിപ്പോൾ കല്യാണം കഴിക്കാൻ പേടിക്കുന്നത്. കാര്യം ആളുകൾ സമ്മതിക്കത്തില്ലല്ലോ, ഡിവോഴ്സ് വലിയൊരു ഡീലാണ്, ബ്രേക്കപ്പ് ആണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ പിന്നെ ആൾക്കാർക്ക് അതല്ലേ ഈസി, അങ്ങനെ ചിന്തിച്ചൂടെ? അതുകൊണ്ടായിരിക്കാം ലിവിങ് ടുഗദറും ബാക്കി റിലേഷൻഷിപ്സും മാത്രം ഇത്ര ഡീസൻ്റായിട്ട് പോകുന്നത്. കല്യാണം കഴിയുമ്പോഴേക്കും ആൾക്കാർക്ക് അതൊരു ബിഗ് ഡീലാണ്, പിന്നെ അതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നൊരു സ്റ്റക്ക് ഫീലിംഗ് അല്ലേ. കാര്യം പുറത്തിറങ്ങുന്ന ആൾക്കാരോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? അത് ബുദ്ധിമുട്ടല്ലേ. സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചാണ് പിന്നെ പറയാനുള്ളത്. ആ കൊച്ച് സ്കൂളിൽ പോകുമ്പോഴും ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങളുണ്ടാകും, കുട്ടികൾക്ക് അറിയില്ല, അങ്ങനത്തെ കാര്യങ്ങളുണ്ടാകും. പിന്നെ ഈ കമൻസൊക്കെ ഞാൻ കുറേ നാളായി കാണാറുണ്ട്. കമൻസിലൊക്കെ ഇപ്പോഴും പഴയ ആൾക്കാരെ കുറിച്ച് വെച്ച് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വിഡോ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ജീവിക്കണം എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച്, ലോ ലൈങ് ആയിട്ട് ജീവിക്കണം എന്നൊരു ഐഡിയ ആണ്. അതൊക്കെ കാലഹരണപ്പെട്ടു പോയ കാര്യങ്ങളല്ലേ, അതൊക്കെ കഴിഞ്ഞില്ലേ? എന്താണ് ഇങ്ങോട്ട് വണ്ടി കിട്ടിയില്ലേ, പുറത്തോട്ട് വാ, ഇങ്ങനെയൊന്നും അല്ല. ആൾക്കാർക്ക് ജീവിക്കട്ടെ, ആൾക്കാരങ്ങ് ജീവിക്കട്ടെ. നമ്മളിങ്ങനെ ആൾക്കാരുടെ പുറകെ നടന്ന് അവരെ ടോർച്ചർ ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് ഒരു സമാധാനം കൊടുക്കാതിരിക്കുമ്പോൾ ഒരു സുഖം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കൂടെ പോയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ സ്റ്റക്കാണ്, അല്ലെങ്കിൽ
നിങ്ങളാണ് ആ ഉപദ്രവിക്കുന്ന ആൾക്കാർ എന്നാണ് അത് പ്രൂവ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല. നിങ്ങൾ ആ കമൻസ് ഒക്കെ എടുത്തൊന്ന് നോക്ക്. അപ്പോൾ അതിൽ അബ്യൂസ് സഹിച്ചിട്ടുള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങളുണ്ട്. രക്ഷപ്പെട്ട് വരുന്നവരോട് അതേപോലെ കാണിക്കുക. ഇപ്പോൾ ഈ അമൃത സ്ട്രോങ് ആണെന്ന് പറഞ്ഞ അമൃതയും കരഞ്ഞ് പിടിച്ച് പോയത് കണ്ടോ? ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ സൈബർ ബുള്ളിങ് ആണ്. സൈബർ ബുള്ളിങ് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്, ഭയങ്കര ത്രെറ്റനിങ് ആണ്. സൈബർ ബുള്ളിങ്ങിൻ്റെ പുറകിലുള്ള ആൾക്കാർക്ക് ഒന്നും അറിയണ്ട, ആരെക്കുറിച്ചും ഒന്നും അറിയണ്ട. അവരെന്തോ വായിൽ തോന്നുന്നത് അതെല്ലാം വിളിച്ച് പറയും. അതും ഒരു ഹറാസ്മെൻ്റ് ആണ്. സോ അങ്ങനെ വരുമ്പോഴും എന്ത് പറ്റും, നമ്മുടെ ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ അതങ്ങ് കുറഞ്ഞു കുറഞ്ഞ് വരും, പേടിച്ചു പോകും. ചില ആൾക്കാർ മൈൻഡ് ചെയ്ത് വരും, പക്ഷേ എത്രയെന്ന് വിചാരിച്ച ആൾക്കാർ അത് ടോളറേറ്റ് ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തളർന്നു പോകും. അതാണ് അവിടെ കാണുന്നത്. സോ ലിവ് ആൻഡ് ലെറ്റ് ലിവ്, അത്രേ പറയാനുള്ളൂ. ആൻഡ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഡിവോഴ്സ് ഇസ് നോട്ട് എ ബാഡ് തിങ്. ആൻഡ് പേരൻറ്റ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തും ക്ഷമിച്ചു കൊടുക്കേണ്ടയോ എന്തും സഹിക്കേണ്ടയോ കാര്യമില്ല. അത് ഹെൽത്തി ഫാദർ ഫിഗർ അല്ലെങ്കിൽ മദർ ഫിഗർ അല്ല എന്നുണ്ടെങ്കിൽ, വേറൊരാൾ സപ്പോർട്ടിനുണ്ടെങ്കിൽ നമുക്ക് ഈ ആളെ ക്ഷമിക്കാതിരിക്കാനോ ഹേറ്റ് ചെയ്യാനോ ഒക്കെ ചോയ്സ് ഉണ്ട്. നമ്മൾ പേരൻ്റ് ആയതുകൊണ്ട് നമ്മൾ ക്ഷമിക്കണം. നമ്മൾ കണ്ടിട്ടില്ലേ ചില സിനിമയിലൊക്കെ പറയുന്നത്, എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ പോയി എന്നോട് ക്ഷമിക്കുക, അല്ലെങ്കിൽ മരിക്കാൻ പോകുമ്പോൾ ഒരാൾ ക്ഷമിക്കാൻ ചോദിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അച്ഛനല്ലേ അല്ലെങ്കിൽ ഞാൻ അമ്മയല്ലേ എന്നോട്. നമ്മൾ പഴയ സിനിമയിൽ കണ്ടിട്ടില്ലേ ഇമോഷണൽ മാനിപ്പുലേഷൻ പേരൻസൊക്കെ കാണിക്കുന്നത്, എന്ത് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി അവർ ചെയ്യുന്നത്. അങ്ങനെ അല്ലല്ലോ, നമുക്കറിയാമല്ലോ. നമ്മൾ പേരൻസ് ആണ് അല്ലെങ്കിൽ ഇതാണെന്ന് വിചാരിച്ചിട്ട് കുഞ്ഞുങ്ങളെപ്പോഴും ക്ഷമിക്കേണ്ട കാര്യമില്ല. കുഞ്ഞുങ്ങളെന്നല്ല, അഡൾട്ട്സ് ആയാലും ഈ പഴയ തോട്ട്സ് നമ്മുടെ മനസ്സിലുണ്ടാവും. എത്ര പേര് അങ്ങനെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ക്ഷമിച്ചില്ല എന്നുണ്ടെങ്കിൽ ക്ഷമിച്ചില്ല, ദാറ്റ്സ് ഓൾ. ഇറ്റ്സ് നോട്ട് നെസസറി ടു ഫോർഗിവ്. ഓക്കെ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് അത് അടങ്ങാം ആ ഒരു വികാരം. കാര്യം നിങ്ങളിപ്പോൾ വേറൊരു ബെറ്റർ പൊസിഷനിലാണ്, പക്ഷേ നിങ്ങൾക്ക് ആ ആളോട് ക്ഷമിക്കാൻ പറ്റാത്തത്ര പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണ്ട. യു വാണ്ട് ടു കട്ട് ദം ഓഫ് യുവർ ലൈഫ്, കട്ട് ദം ഓഫ്. ഓക്കെ, അത്രേ ഉള്ളൂ. അതങ്ങനെയാണ്. അതിൽ നമുക്ക് പിന്നീട് നമുക്ക് വികാരങ്ങൾ വരാനോ ഇതോ, എല്ലാവരുടെയും അനുഭവങ്ങൾ ഒരേപോലെ അല്ല, എല്ലാവർക്കും ഒരേപോലെ അല്ല ഫാമിലി, എല്ലാവരുടെയും പേരൻസ് ഒരേപോലെ അല്ല, എല്ലാവരുടെയും അറ്റാച്ച്മെൻറ്റ്സ് ഒരേപോലെ അല്ല, എല്ലാവരുടെയും എക്സ്പീരിയൻസസ് ഒരേപോലെ അല്ല, എല്ലാവരും എക്സ്പീരിയൻസസിനോട് റിയാക്ട് ചെയ്യുന്നത് ഒരേപോലെ അല്ല. ഇതാണ് എനിക്കിതിനെക്കുറിച്ചുള്ള ടേക്ക്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോ ടോപ്പിക്കിനെ കുറിച്ച് എക്സ്റ്റെൻസീവായിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ശരി, താങ്ക് യു. ഇത്രയേ ഉള്ളൂ കേട്ടോ. Live and let live.